ഈ മാർക്കറ്റിൽ അവൈലബിൾ എല്ലാ ടൈപ്സ് ഓഫ് മെഷീൻസും നമുക്ക് ക്ലയൻസിന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഏതാണ് ഇഷ്ടമുള്ളത് അവർക്ക് അത് സെലക്ട് ചെയ്യും. അത് നമ്മൾ ആദ്യമേ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ആദ്യമേ മെഷീൻ സെലക്ഷൻ നമ്മൾ കാണിക്കാറുണ്ട്. അതെ, ഇപ്പം ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അവർക്ക് ബഡ്ജറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഇത് ഇൻവെർട്ടറിൽ ചെയ്യണോ, VRF ചെയ്യണോ, നോൺ ഇൻവെർട്ടർ ചെയ്യണം. ഇപ്പൊ നോൺ ഇൻവെർട്ടർ മെഷീൻസ് അവൈലബിൾ ആണോ എന്ന് മറ്റേ ലാസ്റ്റ് ചെയ്ത പോഡ്കാസ്റ്റിൽ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആക്ച്വലി നോൺ ഇൻവെർട്ടർ മെഷീൻസും അവൈലബിൾ ആണ്, പക്ഷെ അത് നോർമൽ സ്പ്ലിറ്റിലല്ല, ഈ ഡക്റ്റബിൾ മെഷീൻസിലാണെന്നുള്ളതാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പൊ ഈ നോർമൽ തന്നെ ഡക്റ്റബിൾ മെഷീൻസ് വരുമ്പോൾ അതിൽ തന്നെ പല കോൺഫിഗറേഷൻ, പല ടണ്ണേജ്, പല സ്പെക്കിൽ വരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബിഗിനിങ് 1.5 ഇപ്പം നിർത്തി. റീസെന്റ് ആയിട്ട് ഡൈക്കിൻ ഉണ്ടായിരുന്നു അല്ലെ, ഇപ്പൊ നിർത്തി. 1.5 തൊട്ടിട്ട് മേലേക്കാണ് നമുക്ക് ടണ്ണേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ മെഷീൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻ സെലക്ഷൻ തന്നെയാണ്.